അങ്ങേയറ്റം സങ്കടമുണ്ടാക്കുന്ന ഒരു കാര്യം. സച്ചിൻ വള്ളിക്കാടുണ്ട് അവിടെ നിന്ന് ചേരുന്നു. സച്ചിൻ, വളരെ സങ്കടകരമായ ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത് എന്നറിയാം. എങ്കിലും അവിടെ ചടങ്ങുകളൊക്കെ നിലവിൽ പൂർത്തിയായി. എപ്പോഴായിരിക്കും സംസ്കാരത്തിനുള്ള ഒരുക്കങ്ങളിലേക്ക് കടക്കുക? നിലവിൽ പൊതുദർശനം ശ്രീനന്ദയുടെ വീട്ടിൽ ആരംഭിച്ചിട്ടുണ്ട്. നൂറുകണക്കിന് ആളുകളാണ് ശ്രീനന്ദയെ അവസാനമായി ഒരു നോക്ക് കാണുവാൻ വേണ്ടി വീട്ടിലെത്തിയിട്ടുള്ളത്. വലിയ രീതിയിലുള്ള ഒരു സങ്കടകരമായ കാഴ്ച തന്നെയാണ് നമ്മൾ കടമ്പഴിപ്പുറത്തെ ശ്രീനന്ദയുടെ വീട്ടിൽ നിന്നും കാണാൻ വേണ്ടി സാധിക്കുന്നത്. ശ്രീനന്ദയുടെ അച്ഛനും അമ്മയും അതേപോലെ തന്നെ സഹോദരനും അടക്കം പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് വീട്ടിനുള്ളിലേക്ക് ശ്രീനന്ദയുടെ ചേതനയേറ്റ മൃതദേഹം ഉള്ളിലേക്ക് എത്തിച്ചപ്പോൾ കാണാൻ വേണ്ടി സാധിച്ചത്. അത്തരത്തിൽ വലിയ ബന്ധുക്കളടക്കമുള്ളവരെല്ലാം വലിയ രീതിയിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്നെയാണ് അവസാനമായി ശ്രീനന്ദയെ ഒരു നോക്ക് കണ്ടത്. നിരവധി നാട്ടുകാരും അതേപോലെ തന്നെ ശ്രീനന്ദയുടെ കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അടക്കമുള്ളവരെല്ലാം തന്നെ കടമ്പഴിപ്പുറത്തെ വീട്ടിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. വലിയ ഒരു ജനപ്രവാഹം തന്നെയാണ് അവസാനമായി നാട്ടുകാരുടെയൊക്കെ പ്രിയപ്പെട്ട 15 വയസ്സുകാരിയായിട്ടുള്ള ശ്രീനന്ദ കാണാൻ വേണ്ടി എത്തിയിട്ടുള്ളത്. ഏറെ സങ്കടകരമായ ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് വീട്ടിലും കാണാൻ വേണ്ടി സാധിക്കുന്നത്. കാരണം കഴിഞ്ഞ 4-ാം തീയതിയാണ് പാലക്കാട്ടെ കടമ്പഴിപ്പുറത്തെ വീട്ടിൽ നിന്നും ശ്രീനന്ദ സന്തോഷത്തോടെ ശ്രീനന്ദയും 40 അംഗ സംഘവും വിനോദസഞ്ചാരത്തിനായി കർണാടകയിലേക്ക് പോകുന്നത്. ആദ്യ 2 ദിനങ്ങളിലെ ഹംപി മറ്റ് സ്ഥലങ്ങൾ എല്ലാം വിനോദസഞ്ചാരത്തിന് ശേഷം അവസാനത്തെ സ്ഥലമായിരുന്നു ചിക്കമംഗളൂരിൽ വെച്ചാണ് വൈകിട്ട് തിരിച്ച് മടങ്ങുന്നതിനിടെ അപകടം സംഭവിച്ചിട്ടുള്ളത്. 5:20 കൂടിയാണ് ചിക്കമംഗളൂരിലെ മാണിക്കധാര വെള്ളച്ചാട്ടത്തിന് സമീപത്ത് വെച്ച് ശ്രീനന്ദ അപകടത്തിൽപ്പെട്ടത്. ആദ്യഘട്ടത്തിലെല്ലാം വലിയ രീതിയിലുള്ള ദുരൂഹതയായിരുന്നു കുടുംബം ആരോപിച്ചിരുന്നത്. എന്നാൽ ശ്രീനന്ദ അവസാനമായി നിന്ന പ്രദേശത്ത് നിന്ന് തന്നെയാണ് മൃതദേഹം ലഭിച്ചിരിക്കുന്നത്. അത് 1500 അടി താഴ്ചയിലാണ് മൃതദേഹം ഉണ്ടായിരുന്നത്. ഡ്രോൺ അടക്കം ഉപയോഗിച്ച് 3 ദിവസം വ്യാപകമായി തിരച്ചിലൊക്കെ നടത്തി ഒടുവിലായിരുന്നു ഇന്നലെ ഉച്ചയോടുകൂടെ മൃതദേഹം കണ്ടെത്തുന്നത്. എന്തായാലും ഏറെ സങ്കടകരമായ ഒരു വാർത്ത തന്നെയായിരുന്നു ഇന്നലെ ഉച്ചയോടുകൂടെ വന്നത്. ആദ്യഘട്ടത്തിൽ ദുരൂഹത ആരോപിച്ച കുടുംബം ഇന്ന് അത്തരത്തിലുള്ളൊരു സാഹചര്യമില്ല എന്ന് പ്രാഥമികമായ പോസ്റ്റ്മോർട്ടം വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. എന്തായാലും വലിയ ദുഃഖത്തോടുകൂടെ തന്നെയാണ് നാടൊന്നാകെ ശ്രീനന്ദയെ ഇപ്പോൾ അവസാനമായി ഒരു നോക്ക് കാണുവാൻ വേണ്ടി വീട്ടിലെത്തിയിരിക്കുന്നത്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് ചിക്കമംഗളൂരിലെ ആശുപത്രിയിൽ വെച്ച് പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം പുരോഗമിച്ചത്. 11:30 മൃതദേഹം വഹിച്ചുള്ള ആംബുലൻസ് കർണാടകയിൽ നിന്നും കേരളത്തിലേക്ക് പുറപ്പെട്ടു. ഇന്ന് 11 മണിയോടുകൂടിയാണ് പാലക്കാട് കടമ്പഴിപ്പുറത്തെ വീട്ടിൽ ശ്രീനന്ദയുടെ മൃതദേഹം വഹിച്ചുള്ള ആംബുലൻസ് എത്തിയിട്ടുള്ളത്. ആംബുലൻസിനൊപ്പം കർണാടക പോലീസിന്റെ അകമ്പടിയും ഉണ്ടായിരുന്നു. അച്ഛനും അമ്മയും അടക്കുന്ന അടുത്ത ബന്ധുക്കളും കർണാടകയിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അവരൊക്കെ അല്പസമയം മുൻപാണ് ഇപ്പോൾ വീട്ടിലെത്തിയിരിക്കുന്നത്. എന്തായാലും ശ്രീനന്ദ കലാകായിക മേഖലയിലെല്ലാം മികച്ച നിറസാന്നിധ്യമായിരുന്നു എന്ന് തന്നെയാണ് അധ്യാപകൻ നേരത്തെ ന്യൂസ് മലയാളത്തോട് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ നാട്ടുകാരും പറയുന്നത് നാട്ടിലെ എല്ലാ കലാകായിക പരിപാടികളിലും മികച്ച ഒരു താരം തന്നെയായിരുന്നു ശ്രീനന്ദ എന്ന കാര്യവും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും നാട്ടുകാരുടെ ഒക്കെ പ്രിയപ്പെട്ടവളായിരുന്നു ശ്രീനന്ദ എന്ന ഇവരുടെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കും. അത് തന്നെയാണ് നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിലും കാണാൻ വേണ്ടി സാധിക്കുന്നത്. കാരണം നാട് ഒന്നാകെ ഒഴുകി എത്തിയിരിക്കുന്ന ശ്രീനന്ദയെ അവസാനമായി ഒരു നോക്ക് കാണുവാൻ.
ചിക്കമംഗളൂരിൽ മരിച്ച ശ്രീനന്ദയുടെ ഭൗതിക ശരീരം ഒറ്റപ്പാലത്തെ കടമ്പഴിപ്പുറത്തെ വീട്ടിലേക്ക് എത്തിച്ചിരിക്കുന്നു. അവിടെ പൊതുദർശനം നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നൂറുകണക്കിന് ആളുകളാണ് വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത് ശ്രീനന്ദയെ അവസാനമായി ഒരു നോക്ക് കാണാൻ. നാടിൻ്റെയും വീടിൻ്റെയും കണ്ണീരായി മാറിയിരിക്കുകയാണ് ശ്രീനന്ദ. വലിയ പ്രാർത്ഥനയോടെ കാത്തിരുന്നതാണ് കുടുംബവും. ആ വാർത്ത മുഴുവൻ കേട്ടതും കണ്ടതുമായ ആളുകൾ മുഴുവൻ അവളുടെ തിരിച്ചുവരവിനായി. പക്ഷെ അതെല്ലാം വിഫലമാവുകയായിരുന്നു. 4-ാം നാൾ അവളെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. അപകട മരണം എന്ന് തന്നെയാണ് നിലവിൽ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്നും മനസ്സിലായിരിക്കുന്നത്. വീഴ്ചയിൽ തലക്കേറ്റ ഗുരുതര പരിക്കാണ് മരണകാരണം എന്നാണ് നിലവിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്നും മനസ്സിലായിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ വലിയ തരത്തിൽ വലിയ അവ്യക്തതകളും വലിയ ദുരൂഹതകളുമൊക്കെ സംശയിച്ചിരുന്നു. ശ്രീനന്ദയെ ആരെങ്കിലും അപകടപ്പെടുത്തിയതാകാം എന്ന നിലയ്ക്കൊക്കെ ബന്ധുക്കളും വീട്ടുകാരും ഒക്കെ സംശയിച്ചിരുന്നു. ഈ വാർത്ത കണ്ടവരും സംശയിച്ചിരുന്നു. അതിനുശേഷം മൃതദേഹം കണ്ടെത്തിയ ശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായപ്പോൾ നിലവിൽ ലഭിക്കുന്ന വിവരം വലിയ വീഴ്ചയുടെ ആഘാതത്തിൽ തലക്കേറ്റ പരിക്കാണ് മരണകാരണമെന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അസ്ഥികളൊക്കെ പൊട്ടിപ്പോകുന്നൊരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. 15 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയാണ്. അവധിക്കാലമായതിനാൽ കുടുംബത്തോടൊപ്പം ഉല്ലാസയാത്രയ്ക്ക് പോയതായിരുന്നു. പക്ഷേ വലിയ കണ്ണീർ മടക്കമായി ഈ ഉല്ലാസയാത്ര. വലിയ സന്തോഷ നിമിഷങ്ങൾക്കായി പോയി ദുരന്ത നിമിഷമായി പരിണമിച്ചിരിക്കുകയാണ് ആ യാത്ര. അതുകൊണ്ട് തന്നെ ആ നാട് മുഴുവൻ തേങ്ങുകയാണ്. ആ നാടിൻ്റെ കണ്ണീരായി മാറിയിരിക്കുകയാണ് ശ്രീനന്ദ. നേരത്തെ തന്നെ അധ്യാപകരുടെ അടക്കം മറ്റുള്ളവരുടെയും ഒക്കെ പ്രതികരണങ്ങൾ കേൾക്കുമ്പോൾ മിടുക്കിയായൊരു വിദ്യാർത്ഥിയായിരുന്നു. അത്രയധികം സ്നേഹമുള്ള കുട്ടിയായിരുന്നു എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് തന്നെ അവളുടെ വിയോഗം അവരെല്ലാവരും തങ്ങളുടെ ഏറ്റവും അടുത്ത ആളുടെ മരണം എന്ന നിലയിൽ ഏറ്റുവാങ്ങുകയാണ്. ഇപ്പോൾ VK ശ്രീകണ്ഠൻ MP ആ വീട്ടിലേക്ക് എത്തിച്ചേരുന്ന കാഴ്ചയാണ് കാണുന്നത്. ഒറ്റപ്പാലത്തെ സിറ്റിംഗ് MLA ആയ പ്രേംകുമാറും നേരത്തെ അങ്ങോട്ട് എത്തിച്ചേരുന്നുണ്ടായിരുന്നു. ആദ്യഘട്ടങ്ങളിൽ കുട്ടിയെ കാണുവാനില്ല എന്ന വീട്ടുകാരുടെ പരാതി ഉയർന്ന ഘട്ടങ്ങളിൽ തന്നെ MLAയും MP യും അടക്കമുള്ളവർ തന്നെ കാര്യങ്ങളിൽ ഇടപെട്ട് വലിയ രീതിയിലൊരു അന്വേഷണത്തിന് വേഗം കൂട്ടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് വലിയ ടാസ്ക് ഫോഴ്സൊക്കെ രൂപീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് 4-ാം നാൾ ശ്രീനന്ദയെ കണ്ടെത്താനായത്. 40 അംഗ സംഘത്തോടൊപ്പമായിരുന്നു ഇവരുടെ ഉല്ലാസയാത്ര. കർണാടകയിലേക്കായിരുന്നു വിനോദയാത്ര നടത്തിയിരുന്നത്. മറ്റിടങ്ങളിലൊക്കെ സഞ്ചരിച്ച് ഹംപി അടക്കമുള്ള സ്ഥലങ്ങളിൽ പോയി സഞ്ചരിച്ചതിന് ശേഷം പിന്നീട് ചിക്കമംഗളൂരിലെത്തിയതാണ്. അവിടെ മാണിക്യധാര എന്ന വെള്ളച്ചാട്ടത്തിൽ കാണുവാനും അവിടെ അല്പനേരം ചിലവഴിക്കാനും ഒക്കെയായിട്ടായിരുന്നു ഈ സംഘം അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അപകടം പിടിച്ച ദുർഘടമായ സ്ഥലമായിരുന്നു ചിക്കമംഗളൂർ എന്നാണ് മനസ്സിലാക്കുന്നത്. മാണിക്യധാര വെള്ളച്ചാട്ടത്തിന് പരിസരം എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ നിന്നും കാൽ തെന്നിയോ മറ്റോ വീണതാവാം. എങ്ങനെ വീണു എന്ന് മാത്രം അറിയില്ല. പക്ഷേ താഴേക്ക് പതിക്കുകയായിരുന്നു ശ്രീനന്ദ എന്നാണ് മനസ്സിലാക്കുന്നത്. ആ വീഴ്ചയുടെ ആഘാതത്തിലാണ് അവൾക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നത്. തലയുടെ വലതുഭാഗത്തേറ്റ ഗുരുതരമായ പരിക്കാണ് ശ്രീനന്ദയുടെ ജീവൻ എടുത്തിരിക്കുന്നത്. അങ്ങേയറ്റം സങ്കടകരമാണ്. അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ നേരത്തെ തന്നെ അവരുടെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങേയറ്റം സങ്കടമുള്ള സഹിക്കാനാവാത്ത ഒരു ഘട്ടത്തിലൂടെയാണ് ആ കുടുംബം ഇപ്പോൾ കടന്നു പോകുന്നത്. പൊതുദർശനം പൂർത്തിയായാൽ തിരുവില്ലാമല ഐവർമഠം ശ്മശാനത്തിൽ ശ്രീനന്ദയുടെ ഭൗതിക ശരീരം സംസ്കരിക്കും. നിലവിൽ കടമ്പഴിപ്പുറത്തെ വീട്ടിൽ പൊതുദർശനം തുടരുകയാണ്. ഒരു നാട് മുഴുവൻ അങ്ങോട്ട് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് കാണുന്നത്.
ആളുകൾ വന്നും പോയിക്കൊണ്ടും ഇരിക്കുകയാണ്. ശ്രീനന്ദയെ അവസാനമായി ഒരു നോക്ക് കാണാൻ. നാടിൻ്റെ തന്നെ കണ്ണീരായി മാറിയിരിക്കുകയാണ് ശ്രീനന്ദ. സമാനതകളില്ലാത്ത ഒരു ദുരന്തം ഇങ്ങനെ വന്ന് ഭവിക്കുമെന്ന് ആരും ഒരു വേള നനച്ചിരിക്കാതെ വന്നൊരു ദുരന്തം എന്ന് തന്നെ പറയാം. കാരണം അത്രയേറെ സന്തോഷത്തിലാകും ആ കുടുംബം യാത്ര പോയിട്ടുണ്ടാവുക. പക്ഷേ അതിങ്ങനെയൊരു പര്യവസാനം അതിനുണ്ടാകുമെന്ന് സ്വപ്നേനെ നനച്ചിരിക്കില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അത്രയേറെ സങ്കടകരമായ ഒരു സാഹചര്യത്തിലാണ് ആ കുടുംബവും അത് കേട്ട എല്ലാവരും, ആ നാട്ടുകാർ, ഒറ്റപ്പാലം കടമ്പഴിപ്പുറം മാത്രമല്ല, ഈ വാർത്ത കേൾക്കുകയും കാണുകയും ചെയ്യുന്ന എല്ലാവരും സമാനമായ അവസ്ഥയിലും സമാനമായ ആഘാതവും അവരുടെ മനസ്സിനെ ഏൽപ്പിച്ചിരിക്കും. കാരണം ഈ കുട്ടിയെ, 15 വയസ്സുള്ള ഈ കുട്ടിയെ കാണുവാനില്ല എന്ന് പറഞ്ഞത് മുതൽ മനസ്സുകൊണ്ടെങ്കിലും എന്തായി എന്ന് ആലോചിക്കാത്തവർ ഉണ്ടാവുകയില്ല. അവളെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതാണോ എന്നുള്ള അമ്മയുടെ പ്രതികരണം കേൾക്കുമ്പോൾ പോലും അതിനോട് വലിയ ആശങ്കയോടെയാണ് ആ വാക്കുകളൊക്കെ കേട്ടിരുന്നത്. എന്തു പറ്റിയതാവാം ആ കുട്ടിക്ക്, അവളെ തിരികെ കിട്ടാതിരിക്കില്ല, തിരികെ എത്തും, വലിയ പ്രാർത്ഥനയോടെ അതിനെ കണ്ടവരുണ്ട്, വലിയ പ്രതീക്ഷയോടെ ആ സാഹചര്യത്തെ, ആ വാർത്തയെ കേട്ടവരുണ്ട്. ഉറപ്പായും അവളെ വീണ്ടെടുക്കാനാകുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു എല്ലാവർക്കും. പക്ഷേ മരണം എന്നുള്ളത് അപ്രതീക്ഷിതമായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവളെ തിരികെ കിട്ടുന്നത് ആരും നനച്ചിരിക്കാതെ സംഭവിച്ചൊരു കാര്യം, വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. 15 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി ശ്രീനന്ദ, അവൾ എന്നേക്കുമായി ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു.